Okay. Variation of mass with velocity ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ എന്താക്കി രണ്ട് ഇനേർഷ്യൽ ഫ്രെയിം ഉണ്ട്, S1ഉം S ഡാഷും എസും അല്ലേ. എസിന്റെ പ്രത്യേകത എസ് എന്താണ്, റെസ്റ്റിലാണ്. എസ് ഡാഷ് എന്താണ്, എക്സ് ഡയറക്ഷനിലേക്ക് എന്താണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പൊ എസ് എന്താണ്, റെസ്റ്റിലും എസ് ഡാഷ് എന്താണ്, മൂവിങ് ഫ്രെയിമുമാണ് അല്ലേ. ഓക്കെ, നമ്മൾ എന്തൊക്കെ രണ്ട് സ്പിയർ കൺസിഡർ ചെയ്യുക. ഐഡന്റിക്കൽ സ്പിയർ ആണ്, എയും ബിയും രണ്ട് സ്പിയർ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എന്താണ്, ഈ രണ്ട് സ്പിയർ എന്താണ്, രണ്ടും കൂടി ഇങ്ങനെ അടുത്ത് വന്ന് കൂട്ടിമുട്ടുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എസ് ഡാഷ് ഫ്രെയിമിന് വെച്ച് നോക്കുവാണെങ്കിൽ അതെന്തുണ്ട്, ഒരു സ്പിയർ നേരെ ഇങ്ങോട്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക്, ഒരെണ്ണം നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് സഞ്ചരിക്കുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എസ് ഡാഷിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്ന് യു എക്സ് ഡാഷ് ഉണ്ടാവും, പിന്നെ അതിന് എന്തുണ്ട്, നേരെ ഒരെണ്ണം ഇവിടുന്ന് ഓപ്പോസിറ്റ് ആണ്. അപ്പം എന്തായാലും ഇവിടെ മൈനസ് യു എക്സ് ഡാഷും ആണ് എന്ത്, എക്സ് ഡാഷിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ വെലോസിറ്റി നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പക്ഷേ എസ് ഫ്രെയിമിനെ വെച്ച് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എന്താണ് പ്രത്യേകത, എന്താണ് എസ് ഫ്രെയിമിന്റെ പ്രത്യേകത? എസ് ഫ്രെയിമിൽ വെച്ച് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എന്താണ്, എസ് എന്താണ്, റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കൊളിഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് മാസം എന്താക്കും, നേരെ വന്ന് ഇങ്ങനെ കൂട്ടി, ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് കൂട്ടിയിടിക്കും. ഇടിച്ചതിന് ശേഷം എന്താ, ഇതിനോട് കമ്പൈൻ ചെയ്തൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്പിയർ ആയിട്ട് പോകും. ഇപ്പൊ രണ്ട് സ്പിയർ ഉണ്ട്, ഇടിച്ചതിന് ശേഷം എന്താക്കും, ഒരു സിംഗിൾ സ്പിയർ ആയിട്ട് എന്താക്കും പോകും. ഓക്കെ, അപ്പൊ എസ് ഡാഷ് ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഒരെണ്ണം മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക്, ഒരെണ്ണം നെഗറ്റീവ് വരും, നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് അല്ലേ ഒരെണ്ണം. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന്റെ യു എക്സ് ഡാഷ്, ഒരെണ്ണം മൈനസ് യു എക്സ് ഡാഷും ആണ് എന്ത്, എസ് ഡാഷ് ഫ്രെയിമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി. ഓക്കെ, ഇനിയിപ്പോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇനി സിസ്റ്റം ഫ്രെയിം എസിനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, രണ്ട് മാസുകൾ എന്തുണ്ട്, എയും ബിയും എന്താണ്, അതിന്റെ വെലോസിറ്റി എന്താണ്, U1ഉം U2 ആണ് അതിന്റെ വെലോസിറ്റി. ഓക്കെ, അതിന് കൊളിഷന് ശേഷം എന്താക്കും, അതൊരു സിംഗിൾ മാസ് ആയിട്ട് മാറും എന്ന് പറഞ്ഞത് നേരത്തെ M1 + M2 അങ്ങോട്ട് കൂടി ചേർന്നിട്ട് എന്താക്കും, സിംഗിൾ മാസ് ആയിട്ട് മാറും. അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും, എന്നിട്ട് വി വെലോസിറ്റി അത് മൂവ് ചെയ്യുന്നതാണ് എന്താക്കുന്നത് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ വി വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവ് ചെയ്തതിന് ശേഷം എന്താക്കുക, ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ റെസ്റ്റിലായിരിക്കും വരിക. എസ് ഡാഷ് ഫ്രെയിമിൽ അത് റെസ്റ്റിലായിരിക്കും, കാരണം ഇപ്പൊ എന്താക്കി രണ്ട് ഓപ്പോസിറ്റ് വന്ന് ഇടിച്ചു, അപ്പൊ എസ് ഡാഷ് ഫ്രെയിമിൽ എന്താണ്, അത് റെസ്റ്റ് ആയി. ഓക്കെ, രണ്ടോടെ കൂടി ചേർന്ന് റെസ്റ്റിൽ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ എസ് ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എസ് ഡാഷ് ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇടി കൊണ്ട് രണ്ടെണ്ണം എന്താണ്, എസ് ഡാഷ് ഫ്രെയിമിൽ അത് റെസ്റ്റിലാണെങ്കിലും എസ്സിന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, എസ് ഡാഷ് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ രണ്ടും കൂടി ഇടിച്ചിട്ട് ഒന്നായ സാധനം ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത്, ആഫ്റ്റർ കൊളിഷൻ എന്താക്കി അതിന്റെ വെലോസിറ്റി എന്താക്കി, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റി വി എന്ന് നമ്മൾ ഇവിടെ എടുത്തത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എസ് ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, M1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ടെന്ന് കരുതുക. M1 ആണ് ഒരു പാർട്ടിക്കിൾ എന്ന് കരുതുക, അതിന്റെ മാസ് M1 ആണ്. അപ്പൊ നമ്മൾ എഴുതുന്നത് M1, അതിന്റെ വെലോസിറ്റി U1 പ്ലസ് M2, രണ്ടാമത്തെ പാർട്ടിക്കിൾ B എന്നുള്ളത്, അതിന്റെ വെലോസിറ്റി U2, വിച്ച് ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു B എന്നാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുന്നത് അല്ലേ. കാരണം മൊമെന്റ് ആഫ്റ്റർ കൊളിഷൻ, ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും നമ്മളിവിടെ എഴുതി അല്ലേ. നമുക്കറിയാം എന്താണ് വെലോസിറ്റി അഡീഷൻ ഫോർമുല നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് വെലോസിറ്റി അഡീഷൻ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ഇൻവേഴ്സ് വെലോസിറ്റി ഇതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് യു ഓഫ് 1ന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, U2ന്റെ ഒക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഓക്കെ, അപ്പം U1ന്റെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കി, ഇൻവേഴ്സ് വെലോസിറ്റി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്താണ് ഇൻവേഴ്സ് വെലോസിറ്റി, കാരണം ഇവിടെ എക്സ് ഡയറക്ഷനിൽ തന്നെയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം U1 ഇതിന്റെ ഇങ്ങോട്ടുള്ള വെലോസിറ്റി ആണെന്ന് കരുതുവാണെങ്കിൽ U1 നമുക്ക് എന്താ എഴുതാം, നമുക്ക് നേരത്തെ കിട്ടിയാൽ U of x നമ്മൾ കണ്ടുപിടിച്ചെന്താണ്, U of x എന്ന് വെച്ചാൽ U of x dash plus v divided by 1 plus U of x v divided by c square നമ്മൾ എന്തൊക്കെയുണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താക്കുക, നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ U2 നോക്കുവാണെങ്കിലോ, U2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താക്കാൻ പറ്റും, നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് U1 ആക്കി എടുക്കുവാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന U1 നമുക്ക് ഇതൊക്കെ എടുക്കാം. ഇനി U2 എടുക്കുവാണെങ്കിലോ, U2 നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താക്കുക, നേരെ
മൈനസ് സൈൻ കൊടുക്കുക. അപ്പോൾ എന്താ ഇവിടെ മൈനസ് യു ഓഫ് എക്സ് ഡാഷ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് യു ഓഫ് എക്സ് ഡാഷ് ബി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇവിടെ ഒരു ഡാഷ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ u2 നമുക്ക് എന്താക്കുന്നത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് കിട്ടും m1 ഇൻറ്റു യു ഓഫ് എക്സ് ഡാഷ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു ഓഫ് എക്സ് ഡാഷ് ബി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ പ്ലസ് m2 ഇൻറ്റു ഇവിടെ എന്തുള്ളത് മൈനസ് യു ഓഫ് എക്സ് ഡാഷ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ 1 minus u of x dash b divided by c square which is equal to m1 plus m2 into b എന്ന് നമുക്ക് എന്താക്കും കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ രണ്ടത്തിന് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് നമുക്ക് കൊടുക്കാം. ഇതിന് നമുക്ക് എന്താ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, വേണ്ട, ഇത് നമ്മളിപ്പോൾ എന്താക്കുക തൽക്കാലം നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതിന് ശേഷം നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എന്താക്കുന്നത് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാന്ന് കരുതുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ഈ m1 പ്ലസ് m2 അതിനൊക്കെ എന്താക്കാം നമുക്ക് m1നെ ഒരു ഭാഗത്തേക്ക് m2നെ നമുക്കൊരു ഭാഗത്തേക്ക് ആക്കി എഴുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മാറ്റി എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? m1 u of x dash plus b divided by 1 plus u of x dash b divided by c square. ഇവിടെ നമുക്ക് എന്താ ഈ m1 into v ഇത് നേരെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ എന്തെങ്കിലും മൈനസ് ആവും. മൈനസ് m1 into b which is equal to ഇതിനെ നേരെ അപ്പുറേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? ഇവിടെ m2 into v ഇവിടെ ഉണ്ടാവും. m2 into v മൈനസ് m2 into minus u of x dash plus b divided by 1 minus u of x dash b divided by c square എന്ന് നമുക്ക് എന്താക്കും ഇവിടെ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താന്ന് കരുതുക അല്ലേ. സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എന്താക്കുക ചെയ്യാന്ന് കരുതുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? നോക്കാം, നമ്മളെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുക? നമ്മളിതിനെ എന്താക്കുക m1 u of x dash plus b divided by 1 plus u of x dash b divided by c square അല്ലേ. മൈനസ് ഇതിൻ്റെ എന്താക്കണം ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ ഇത് വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇവിടെ m1v into 1 plus u of x dash b divided by c square which is equal to m2v ഇതിനെ എന്താക്കുക നേരെ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ എന്നിട്ട് ഇവിടെ 1 minus u of x dash b divided by c square minus m2 into minus u of x ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ എന്താക്കി ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ നമുക്ക് എന്താക്കി ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് എന്താക്കാം അടിയിൽ സിംഗിൾ ടേം ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 1 പ്ലസ് u of x dash b divided by c square എന്നൂടെ വരും. ഇത് നമ്മൾ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണെങ്കിൽ b dash പ്ലസ് v ഡിവൈഡഡ് ബൈ എന്താക്കുക ഇതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുമ്പോൾ 1 മൈനസ് u of x dash b divided by c square എന്ന് നമുക്ക് എന്താക്കും ഇവിടെ ഇതിൻ്റെ ടേം നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്കിവിടെ എന്താക്കുന്നത് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ. ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. റീഅറേഞ്ച് ചെയ്ത് ഇവിടെ എങ്ങനെ വരും? നമുക്കിവിടെ വരുന്നത് ഫസ്റ്റത് m1 ഇവിടെ എന്താണ് കിട്ടുന്നത്? m1 u of x dash പ്ലസ് m1v പിന്നെ ബാക്കി എന്തുണ്ട് മൈനസ് m1v കാരണം m1v into 1 എന്ന് പറയുമ്പോൾ m1v
മൈനസ്, അപ്പോൾ അതൊരു മൈനസിനുള്ള മൈനസ് m1 v, ഇവിടെ വേറൊരു v ഉണ്ട്, അപ്പോൾ വിന്റെ സ്ക്വയർ ആവും, u of x dash divided by c square divided by 1 plus u of x dash v divided by c square വരും അല്ലേ, which is equal to m2v, m2 into 1v minus m2, ഇവിടെ vയും vയും v സ്ക്വയർ ആവും, പിന്നെ ഒരു u of x dash ഉണ്ട് ഡിവൈഡഡ് ബൈ c സ്ക്വയർ അല്ലേ, മൈനസ് ഇവിടെ നിന്നുണ്ട് ഒരു മൈനസ് യു എക്സ് ഡാഷ് ഉണ്ട്, അപ്പം എന്തിലൂടെ പ്ലസ് m2 ux ഡാഷ്, പിന്നെ മൈനസ് m2 v അല്ലേ. ഇത്രയും ടൈമിലാണ് നമുക്കിവിടെ എന്താക്കുന്നത് കിട്ടുന്നത്, ഡിവൈഡഡ് ബൈ എന്ത് വരും 1 മൈനസ് u of x ഡാഷ് v ഡിവൈഡഡ് ബൈ c സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു m1 v1 ഇതിനെ ക്യാൻസൽ ചെയ്യാം, അതുപോലെ തന്നെ m2 v1 മൈനസ് m2 v1 ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ ബാക്കി നമുക്ക് ഇതിന്റെ ടേം കിട്ടുന്നത് ഇത് രണ്ടും വെട്ടിപ്പോവും, ബാക്കിയുള്ള എന്താ വരുന്നത് ഇത്രയും ടേമുകളാണ് നമുക്കിവിടെ ബാക്കി വരുന്നത്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ. ഇത്രയും ടൈമാണ് നമുക്ക് ബാക്കി എന്താക്കുന്നത് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നുണ്ട് m1 u1 x dash മൈനസ് എം വി സ്ക്വയർ യു എക്സ് ഡാഷ് ബൈ സി സ്ക്വയർ. ഇവിടെ തന്നെ എന്തുണ്ട്, ഇവിടെ ഒരു ഇവിടെയും തിരിച്ച് അങ്ങനെ തന്നെയാണുള്ളത് അല്ലേ. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ m1 u x ഡാഷിനെ പുറത്തെടുക്കുകയാണ്, m1 u x ഡാഷിനെ പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ 1 ആവും, മൈനസ് m1 u x ഡാഷിനെ പുറത്തെടുത്ത് ഇവിടെ ബാക്കി എന്ത് വരും ബി സ്ക്വയർ ബൈ സി സ്ക്വയർ വരും അല്ലേ, ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇങ്ങനെ വന്നു, which is equal to ഇവിടെ ഡിവൈഡ് ബൈ എന്തുണ്ട്, ഡിവൈഡ് ബൈ 1 പ്ലസ് യു എക്സ് ഡാഷ് ബി ഡിവൈഡ് ബൈ സി സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ നമ്മൾ എന്താണ് m2 യു എക്സ് ഡാഷ് നമ്മൾ എന്തൊക്കെ പുറത്തെടുക്കുക, അപ്പോൾ എന്ത് ഇവിടെ വരും m2 യു എക്സ് ഡാഷ്. അത് നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുണ്ട് m2 യു എക്സ് ഡാഷ് ഇവിടെ ഒരു 1 ഉണ്ട്, 1 മൈനസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ m2 യു എക്സ് ഡാഷ് പുറത്ത് ഇവിടെ എന്ത് വരും വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഉണ്ട്, ഡിവൈഡ് ബൈ എന്തുണ്ട് 1 മൈനസ് യു എക്സ് ഡാഷ് വി ഡിവൈഡ് ബൈ സി സ്ക്വയർ നമുക്ക് ഇവിടെ എന്തായാലും കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യും ഇതാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ ഇങ്ങനെ വാല്യൂ നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുന്നത്, ഇത്രയും വാല്യൂ ആണ് നമുക്ക് ഇവിടെ എന്താക്കുന്നത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് എന്താക്കുക m1 ബൈ m2 നമ്മൾ കണ്ടുപിടിക്കുക, ഇതിൽ നിന്ന് നമ്മൾ എന്താക്കുക m1 ബൈ m2 നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കി ഇവിടെ m1 ബൈ m2 നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ m2 നമ്മൾ നേരെ ഇവിടേക്ക് കൊണ്ടുവരിക, ഇതിന് നേരെ ഇങ്ങോട്ടും ഇതിന് നേരെ അങ്ങോട്ടും കൊണ്ടുപോകുക അല്ലേ. അപ്പോൾ എന്താക്കും ഈ യു ഓഫ് എക്സ് ഡാഷും യു ഓഫ് എക്സ് ഡാഷും നേരെ എന്താക്കും ക്യാൻസൽ ആയി പോകും, സെയിം ആയതുകൊണ്ട് 1 മൈനസ് ഓക്കെ യു ഓഫ് എക്സ് ഡാഷ് ഇത് നേരെ എന്താക്കാം നമുക്ക് ഇവിടെ ഇൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താക്കാം ഡയറക്റ്റ് നമുക്ക് എന്താക്കാം ക്യാൻസൽ ആക്കാം. 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്തായി ഇപ്പോൾ ഇവിടെ ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് വെച്ചാൽ m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു എക്സ് ഡാഷ് ബൈ വി ഡിവൈഡ് ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു m2 ഡിവൈഡ് ബൈ 1 മൈനസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ ആണല്ലേ. അപ്പോൾ m1 ബൈ m2 നമ്മൾ ഈ m2 നേരെ ഇവിടേക്ക് കൊണ്ടുപോകുക, ഇതിന് നേരെ അങ്ങോട്ട് കൊണ്ടുപോകുക, ഇതിന് നേരെ അങ്ങോട്ട് കൊണ്ടുപോകുക, അവിടെ ഒരു മുകളിൽ എന്ത് വരും 1 പ്ലസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ നമുക്ക് എന്താ ഇവിടെ വാല്യൂ കിട്ടും അല്ലേ. ഇതാണ് നമുക്ക് എന്താക്കിയത് m1 ഡിവൈഡ് ബൈ m2 നമുക്ക് കിട്ടി. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇവിടെ എന്താക്കാം കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 നോക്കുവാണെങ്കിൽ നമുക്ക് 2 എന്തായാലും കിട്ടി യു ഓഫ് എക്സ് നമുക്കിവിടെ കിട്ടിയായിരുന്നു അല്ലേ, u1 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു യു അല്ലേ.
എന്തായാലും യു കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇക്വേഷൻ നമ്പർ 4 എന്താക്കുക, നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 4 എന്നുള്ളത് നമ്മൾ എന്താക്കുക ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എടുക്കുക. അതെന്ന് വെച്ചാൽ u1 ഈക്വൽ ടു എന്താ കിട്ടിയത് നമുക്ക് u ഓഫ് എക്സ് ഡാഷ് പ്ലസ് വി ഡിവൈഡ് ബൈ 1 പ്ലസ് u ഓഫ് എക്സ് ഡാഷ് വി ഡിവൈഡ് ബൈ സി സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യം ഇതിനെ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് എന്താക്കുക, സി വെച്ചിട്ട് സി സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് 1 മൈനസ് അതിൽ നിന്ന് നമുക്ക് എന്താക്കുക 1ൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, u1 സ്ക്വയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, u എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, u എക്സ് ഡാഷ് പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് u എക്സ് ഡാഷ് വി ഡിവൈഡ് ബൈ സി സ്ക്വയർ ഓൾ സ്ക്വയർ നമുക്ക് എന്തൊക്കെ ഇവിടെ കിട്ടും അല്ലേ. ഇത് നേരെ നമുക്ക് 1ൽ നിന്ന് മൈനസ് ചെയ്ത് എന്ത് കിട്ടും, 1 മൈനസ് u1 സ്ക്വയർ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 1 മൈനസ് u എക്സ് ഡാഷ് പ്ലസ് വി ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് വി u എക്സ് ഡാഷ് ഡിവൈഡ് ബൈ സി സ്ക്വയർ ഓൾ സ്ക്വയർ നമുക്കിവിടെ കിട്ടും അല്ലേ. ഓക്കെ, ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇത് നമ്മൾ ചെയ്ത് നോക്കുക അല്ലേ. ഓക്കെ, സോറി നമ്മളോട് ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ എന്താക്കി ഇവിടെ 1ൽ നിന്ന് മൈനസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കണം, ഇതിൽ നിന്ന് എന്താക്കണം u1 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ നമ്മൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇത്ര ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. നമുക്ക് ഈ u1 സ്ക്വയർ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാലോ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്നത് u1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് a പ്ലസ് ബി ഓൾ സ്ക്വയർ പോലെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, u എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 2u എക്സ് ഡാഷ് ബി. നമുക്ക് ഇത്രയാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. അടിയിൽ എന്ത് വരും, ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ നമ്മൾ 1 പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, അപ്പോൾ u എക്സ് ഡാഷ് സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ സി റേസ് ടു അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ 4 പ്ലസ് 2ab, അപ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു u എക്സ് ഡാഷ് വി ഡിവൈഡ് ബൈ സി സ്ക്വയർ. ഇത്രയാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ വാല്യൂ കിട്ടുന്നത് അല്ലേ. ഇതാണ് നമുക്ക് u1 നമുക്ക് എന്താക്കിയത് കിട്ടിയത്. ഓക്കെ, ഇത്രയും വാല്യൂസാണ് നമുക്ക് എന്താക്കുന്നത് u1 നമുക്ക് എന്താക്കിയത് ഇവിടെ കിട്ടിയത് അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താക്കുകയാണ്, ഇതിൻ്റെ 1 സി സ്ക്വയറും കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ u1 സ്ക്വയർ ബൈ സി സ്ക്വയർ നമ്മൾ എന്താക്കുകയാണ് കണ്ടുപിടിക്കുകയാണ്. u1 സി സ്ക്വയർ നമ്മൾ എന്താക്കുകയാണ് ഇവിടെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും, ഇതിൻ്റെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കിവിടെ വരുന്നത് ഇതിൻ്റെ ഒരു ഡിനോമിനേറ്ററിൻ്റെ കോമൺ ആയിട്ടുള്ള ടേം നമുക്കിവിടെ കിട്ടും. അതായത് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ടേം വെച്ച് നമ്മളിവിടെ എന്താക്കിയാൽ മതി, ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇതാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ എല്ലാത്തിനും എന്താക്കിയാൽ മതി, ഇവിടെ C4 വണ്ടിയിൽ നമ്മൾ എന്താക്കി C4 ഡിവൈഡ് ബൈ C4 എന്ന് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ എന്താക്കി ഒരു സി സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താക്കി ഇതിനെ മൊത്തം C4 വെച്ച് നമുക്ക് എന്താക്കാൻ വെച്ചാൽ ഇതിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്കിവിടെ പറ്റും അല്ലേ. ഇനി ബാക്കിയുള്ള ടൈം വരുവാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ u1 ഡാഷ് ബൈ ഇതിനെ എഴുതുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ എന്താക്കും ഒരു സി സ്ക്വയർ ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ സി സ്ക്വയർ വരുന്ന സമയത്ത് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണെങ്കിൽ എന്താക്കും, ഇവിടെ ഒരു ഡിവൈഡ് ബൈ ഒരു സി സ്ക്വയർ വരും അല്ലേ. ഓക്കെ, നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് എന്താക്കണ്ട, ഈ അടിയത്തെ ടേമിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട. അടിയത്തെ ടേമിന് നമുക്ക് അതേപോലെ തന്നെ എഴുതാം. എന്താണ് 1 പ്ലസ് u എക്സ് ഡാഷ് ബി ഡിവൈഡ് ബൈ സി സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് u എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2u എക്സ് ഡാഷ് ബി ഡിവൈഡ് ബൈ 1 പ്ലസ്
യു എക്സ് ഡാഷ് വി ഡിവൈഡ് ബൈ സി സ്ക്വയർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എന്നാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഇവിടെ കിട്ടുന്നത് അല്ലേ. നമ്മൾ ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് യു എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 2ux dash b into 1 by c square divided by 1 plus ux dash b divided by c square എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ 1 മൈനസ് ഉണ്ട്, ഇവിടെ ഇത് കിട്ടും. നമ്മളിതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നേരെ എന്താക്കണം, ഈ ഒരു ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് ഇതിൻ്റെ, ഇത് നേരെ ഇതിൻ്റെ ഇവിടേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 plus ux dash v divided by c square minus ux dash square plus v square plus 2ux dash v into അല്ല divided by 1 by c square all divided by എന്തുണ്ട് 1 plus ux dash v divided by c square all square എന്നാണ് കിട്ടുന്നത് അല്ലേ. സോ ഇവിടെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ നമുക്കവിടെ ചേഞ്ച് കിട്ടുക 1 minus ux dash square by c square is equal to നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ കിട്ടുക 1 സ്ക്വയർ പ്ലസ് ux dash സ്ക്വയർ v സ്ക്വയർ ബൈ c raised to 4 മൈനസ് 2 into ux dash v divided by c സ്ക്വയർ മൈനസ് ഇതിൻ്റെ അടുത്ത് മൈനസ് ചെയ്യുമ്പോൾ ux dash സ്ക്വയർ ഉണ്ട്, ഒരു 1 by c സ്ക്വയർ, അപ്പോൾ എന്തിവിടെ ux dash സ്ക്വയർ ബൈ c സ്ക്വയർ മൈനസ് v സ്ക്വയർ ബൈ c സ്ക്വയർ മൈനസ് 2ux dash v divided by c square നമുക്ക് കിട്ടും അല്ലേ. divided by 1 plus ux dash v divided by c square all square നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ രണ്ട് ടൈം എന്താണ്, നമ്മളിവിടെ നോക്കുവാണെങ്കിൽ സോറി ഇവിടെ ഇത് പ്ലസ് ആയിരുന്നു വേണ്ടത്, കാരണം ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള രീതിയിൽ ഇവിടെ പ്ലസ് വരും, അപ്പോൾ ഇത് എന്തായി പോവും, വെട്ടിപ്പോവും. ബാക്കി നമുക്കിവിടെ കിട്ടുന്നത് 1 plus ux dash square v square by c raised to 4 minus ux dash square by c square minus v square by c square എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, divided by 1 plus ux dash v divided by c square all square നമുക്ക് ഇവിടെ എന്താക്കും വാല്യൂ കിട്ടും. അതാണ് എന്ത് 1 minus u1 square by c square നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത്. വേണമെങ്കിൽ ഇതിന് നമുക്ക് എന്താക്കാം, വേറൊരു ഫോമിലേക്ക് മാറ്റി എഴുതാം. ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നത് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് യു എക്സ് ഡാഷ് സ്ക്വയർ ബൈ സി സ്ക്വയർ നമുക്ക് ഇതിനെ എഴുതാം, ഡിവൈഡ് ബൈ 1 പ്ലസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ ഓൾ സ്ക്വയർ നമുക്ക് ഇതിനെ ഈ ഒരു ഫോമിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് എന്താക്കാം നമ്മളിതിനെ മാറ്റി എഴുതാം. നമുക്ക് 1 മൈനസ് ux dash by ux dash square by c square നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇതാണ് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്താക്കുക, ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് നമ്മൾ എന്താണ് 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ കണ്ടുപിടിക്കുക. ഇത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ എന്താവുള്ളൂ, ഒരു സൈൻ്റെ വ്യത്യാസം മാത്രമേ വരുള്ളൂ, ഒരു സൈനിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, കാരണം അടിയിലുള്ള ഒരു സൈൻ മാത്രമേ വരുന്നുള്ളൂ. കാരണം വെച്ചാൽ u2 ഡാഷിൻ്റെ അവിടെ നമ്മൾ വരുന്നത് മൈനസ് ux ഡാഷ് പ്ലസ് 1 മൈനസ് ux ഡാഷ് v ബൈ സി സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. ഇതേ ഫോം വെച്ച് നമ്മൾ ചെയ്യണത് നമ്മൾ കിട്ടുക 1 മൈനസ് u2 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ കിട്ടുന്നത് സെയിം ഫോർമുല തന്നെ 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് യു എക്സ് ഡാഷ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്, അതിൻ്റെ ഒരു സ്ക്വയർ. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇക്വേഷൻ നമ്പർ 6 നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് എന്താക്കുന്നത് രണ്ടും കിട്ടുന്നത്. ഇക്വേഷൻ നമ്പർ ഇത് വരുന്നത് ഇവിടെ ആകെ ഒരു വ്യത്യാസം വെച്ചാൽ ഇവിടെ ഒരു പ്ലസിൻ്റെ സൈൻ മാത്രമേ എന്നുള്ള ഇത് വരുന്നുള്ളൂ. കാരണം വെച്ചാൽ u2 എന്ന് പറയുന്നത് നമ്മളിവിടെ ഓപ്പോസിറ്റ് വന്ന വെലോസിറ്റി ആയതുകൊണ്ടാണ് ഇവിടെ എന്താക്കിയത്
പ്ലസ് എന്തായത് മൈനസ് ആയത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ നമ്പർ 6നെ ഇക്വേഷൻ നമ്പർ 5 വെച്ച് നമ്മൾ എന്താക്കാണ് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 6നെ ഇക്വേഷൻ നമ്പർ 5 വെച്ച് നമ്മൾ എന്താക്കാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താ കിട്ടുക? 1 മൈനസ് 5 6/5 ആണ്. അപ്പോൾ 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കുള്ളത് മുകളിലത്തെ ടേമൊക്കെ എന്താണ്? രണ്ടിനെയും സെയിം ആണ് അല്ലേ. അപ്പോൾ ആ ടേമുകളൊക്കെ എന്തായി പോകും? വെട്ടിപ്പോവും. ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് എന്താണുള്ളത്? 6ൻ്റെ എന്ന് പറഞ്ഞൊരു 1 ഡിവൈഡ് ബൈ യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ. ഇവിടെ എന്തൊരു 1 മൈനസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ ആണ് വരും. അപ്പോൾ എന്തൊക്കെ ഇവിടെ വരുന്നത്? ഈ ഒരു ടൈം മുകളിൽ വരും. അപ്പോൾ എന്താ ഇവിടെ 1 പ്ലസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് യു എക്സ് ഡാഷ് വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഓൾ സ്ക്വയർ എന്നാണ് എന്താക്കുന്നത് ഇവിടെ വരുന്നത്, നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ബാക്കിയുള്ള ഈ മുകളിലത്തെ രണ്ട് ടേം രണ്ടിനും എന്താണ്? സെയിം ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് എന്താക്കുന്നത്? ഇതിൻ്റെ വാല്യൂ എന്താക്കുന്നത് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമ്മൾ എന്താക്കാണ്? ഇവിടെയുള്ള ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം എന്താണ്? സ്ക്വയർ ആണ് അല്ലേ. ഇതിൻ്റെ സ്ക്വയർ നമ്മൾ കളയാൻ തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂട്ട് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത്? ഇതിൻ്റെ സ്ക്വയർ ഇല്ലാണ്ട് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 പ്ലസ് യു എക്സ് ഡാഷ് വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ റൂട്ട് വരും. അപ്പം എന്ത് വരും? റൂട്ട് 1 മൈനസ് u2 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നാണ് നമുക്ക് എന്താക്കുന്നത്? ഇതിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്താക്കുന്നത്? ഇതിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ എന്താക്കുക? 7 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ എന്താണ്? 7 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 4 നമ്മൾ നോക്കുക. എന്താണ് ഇക്വേഷൻ നമ്പർ 4 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 4 എന്തായിരുന്നു നമ്മൾ എഴുതിയേ? m1 ഡിവൈഡഡ് ബൈ m2 വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് യു എക്സ് ഡാഷ് വി ബൈ സി സ്ക്വയർ എന്നാണല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഈ 1 പ്ലസ് യു എക്സ് ഡാഷ് ബൈ വി ബൈ സി സ്ക്വയറും ഇതെന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഇതിന് കിട്ടുന്നത് എന്താണ്? m1 ബൈ m2 ആണ് അത് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? റൂട്ട് 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഇത് നേരെ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? m1 ഇൻറ്റു റൂട്ട് ഓഫ് എന്ത് വരും? 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു m2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. ഓക്കെ, നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എന്താക്കും? ഇവിടെ രണ്ട് സൈഡും എന്താക്കുന്നില്ല? രണ്ട് സൈഡും എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. എന്താണ്? രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം. രണ്ട് സൈഡും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ എന്താക്കണം? ഇവിടെ ഈ m1 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ നമ്മളൊരു k എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമ്മൾ എന്താക്കണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ നോക്കി നോക്കാം. നമുക്ക് ഇത്ര ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മളിവിടെ എന്താണ്? രണ്ട് സൈഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ എന്താക്കി? ഈ m1 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ നമ്മൾ എന്താക്കി? ഒരു k എന്നുള്ള വാല്യൂ നമ്മൾ എന്താക്കി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാന്ന് കരുതുക. ഓക്കെ, ഇത് നമ്മൾ എന്താക്കി? u1 എന്താക്കി? 0 ആക്കി. m1 നമ്മൾ എന്താക്കി? നേരെ m0 ആക്കി എന്ന് കരുതുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? u1 0 ആയി ഇത് 0 ആയി പോകും. ബാക്കി എന്താ പറയുന്നത്? m1 നമുക്കിവിടെ m0 ഇൻറ്റു റൂട്ട് 1 എന്നാണ് വരിക. റൂട്ട് 1 അല്ലേ. അപ്പോൾ റൂട്ട് 1 എന്ന് വെച്ചാൽ 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു k. അപ്പോൾ m0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? k എന്ന് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ കൊടുക്കുവാണെങ്കിൽ ഇവിടെ എന്ത് വരും? m1 ഇൻറ്റു റൂട്ട് 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു kക്ക് എന്താണ്? m0 നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? m1 ഈക്വൽ ടു m0 ഡിവൈഡ് ബൈ 1 മൈനസ്
u1 സ്ക്വയർ ബൈ സി സ്ക്വയർ അതിൻ്റെ റൂട്ട് അല്ലേ. നമുക്ക് ഇങ്ങനെയാണ് എന്താക്കുക m1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. m2ൻ്റെ നമുക്ക് ഇങ്ങനെ കിട്ടും. സിമിലർലി m2 ഈസ് ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലേ. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? m ഈസ് ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് u. നമ്മളൊക്കെ ഇവിടെ u എന്നോ അല്ലെങ്കിൽ നമുക്കൊരു ജനറൽ ആയിട്ട് വെലോസിറ്റി b എന്ന് കൊടുക്കാം. b സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന് ഇതിനെയാണ് നമ്മൾ എന്താക്കുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്, അതിന്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് m ആണ്. പക്ഷെ അത് ഈ നമ്മുടെ ലൈറ്റിന്റെ സ്പീഡിനോട് കമ്പയർ ആകുമ്പോൾ അതിന്റെ മാസ് എന്തായി പോകും? ഇത്രമായിട്ട് എന്താക്കും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്താ റിലേറ്റിവിസ്റ്റിക് മാസിന്റെ ഇക്വേഷൻ.